വളരെ വിശദമായി പറഞ്ഞാൽ ദൈവം എന്നോട് അറിയിക്കുന്ന പ്രവചന ശബ്ദങ്ങളും ദർശനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെയും കാലഗതികളെയും നോക്കിയാൽ 2025 എന്ന ഈ വർഷത്തിന്റെ ജൂൺ മാസം തുടങ്ങി ഈ ലോകം 2030 എന്ന വർഷം പൂർത്തീകരിച്ച് കടക്കുമെന്ന് ഒരു ഉറപ്പും തരാൻ കഴിയുകയില്ല എന്ന വിധത്തിൽ ലോകത്തിന്റെ ഗതികളും സാഹചര്യങ്ങളും മാറിമറിയാൻ പോകുകയാണ്. രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവവൈതന്റെയും ഏറ്റവും വലിയ പ്രത്യാശയും ഏക പ്രത്യാശയും നമ്മുടെ കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ്. ഈ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത് വളരെ ഹൃദയവേദനയോടു കൂടിയാണ്. ഒന്നെനിക്കൊരു ഭയമുണ്ട്. എൻ്റെ ഈ ചിന്താ വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടും ക്ഷമയോടും കൂടി കേൾക്കുന്നത് നിങ്ങളെ വചനത്തിൽ പല കാര്യങ്ങൾ ഉറപ്പിക്കുവാനും പല തെറ്റായ ധാരണകളെ മാറ്റി കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നിങ്ങളെ ഒന്നുകൂടി വേരൂന്നി ഉറപ്പിക്കുവാൻ ഇത് സഹായിക്കുമെന്ന് ഞാൻ വിശ്വാസത്താൽ കരുതുന്നു. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പല പല അഭിപ്രായങ്ങളും അതിൻ്റെ സമയത്തെക്കുറിച്ചും പല പല പഠിപ്പിക്കലുകളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. AD 70 കർത്താവ് വന്നുപോയി, അതുകൊണ്ട് ഇനി കർത്താവ് വരത്തില്ല, കാത്തിരിക്കുന്നത് വെറും മൗഢ്യമാണ് പഠിപ്പിക്കുന്ന ചിലരൊക്കെയുണ്ട്. അപ്പോൾ തന്നെ മറ്റൊരു വിഭാഗക്കാർ നാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വന്നതുകൊണ്ട് ഇനി യേശു വരത്തില്ല എന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട്. പ്രവചനത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കാരണം ഞാൻ അടിസ്ഥാനപരമായ ഒരു പെന്തക്കോസ്ത് വിശ്വാസിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ കൃപാവരങ്ങളിൽ ഞാൻ വേരൂന്നി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം വചനം അതിനടിസ്ഥാന തെളിവുകൾ തരുന്നതുകൊണ്ട്. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ ആരെയും വ്യക്തിപരമായി വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിശേഷാൽ പ്രവചന ശുശ്രൂഷയോട് എനിക്ക് വളരെ ഭയമുള്ളതുകൊണ്ടും വളരെ സ്നേഹമുള്ളതുകൊണ്ടും ഈ പ്രവചനം പറഞ്ഞ പ്രവാചകനെ ഞാനതിൻ്റെ മുഖം കാണിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് വചനത്തിലൂടെ നമ്മളതിനെ മനസ്സിലാക്കുമ്പോഴേ നമ്മുടെ ഓർമ്മയെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ പറയട്ടെ, പ്രവചന ശുശ്രൂഷയെ ഞാൻ വളരെ ബഹുമാനിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. അതിപ്പോഴും സംഭവിക്കും, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ പ്രവചനത്തിൽ പരസ്പര വിരുദ്ധങ്ങൾ വരാൻ പാടില്ല. പ്രവാചകൻ പറഞ്ഞ വിഷയങ്ങളിൽ വിരോധാഭാസം ഉണ്ടാകാൻ പാടില്ല. കാരണം ഇത് പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തി തരുന്നത്. 2, പരിശുദ്ധാത്മാവ് ദൈവദാസന്മാർക്ക് പ്രേരണ കൊടുത്ത് എഴുതിയിരിക്കുന്ന ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾക്കും എതിരാകാൻ പാടുള്ളതല്ല. ഇന്ന് ഞാനിതിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രവചനം ഞാൻ കേട്ടിട്ട് കുറേ നാളുകളായതാണ്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ തയ്യാറാക്കണമോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തോടു കൂടി ഞാൻ നിൽക്കുകയായിരുന്നു. എന്നാൽ കൂടെ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും അനേകർ അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആമേൻ പറയുകയും ചെയ്യുന്നത് കൊണ്ട് ഞാനത് ചെയ്യാൻ നിർബന്ധിതനായി. ആമേൻ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം കർത്താവ് വരാൻ പോകുന്നു. അതിൻ്റെ മുന്നോടിയായി അനേക അനിഷ്ട സംഭവങ്ങൾ, വലിയ കലാപങ്ങൾ, നാശങ്ങൾ ഒക്കെയും ഉണ്ടാകാൻ പോകുന്നതെന്ന് കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് അടുത്തല്ലോ എന്ന് ഓർത്ത് നമ്മുടെ പ്രത്യാശ കൊണ്ട് ആമേൻ പറയുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനൊരു മറുഭാഗ ദോഷം ഞാനത് പറയട്ടെ. ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ പ്രവചനങ്ങളോടും വെളിപ്പാടുകളോടുമുള്ള ആ ശുശ്രൂഷകളോടുള്ള ജനത്തിൻ്റെ ഭയം, വിശ്വാസം എന്നിവയ്ക്ക് മങ്ങലേൽക്കും. യാതൊരു സംശയമില്ല. 2, കർത്താവിന് വരില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആളുകൾക്ക് അവരുടെ വിശ്വാസത്തെ ഒന്നും കൊണ്ട് ഉറപ്പിക്കും. കേട്ടില്ലേ, അന്ന് പറഞ്ഞില്ലേ കർത്താവ് ഈ മാസം വരും, ആ മാസം വരും, ഈ വർഷം വരും എന്നൊക്കെ. എന്നിട്ട് കണ്ടോ, വന്നോ? ഇത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, കർത്താവ് വരില്ലെന്ന്. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, പ്രവചനവും വെളിപ്പാടൊക്കെ നിന്നുപോയി, അതൊക്കെ പണ്ടായിരുന്നു, പൂർണ്ണമായത് വന്നപ്പോൾ അംശമായത് നീങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണമായത് ബൈബിളാണെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരും ചോദിക്കും, ഈ പ്രവചനം സംഭവിച്ചില്ല എങ്കിൽ എന്തോടോ നിങ്ങളുടെ പ്രവചനം എതിലേ പോയി എന്ന് ചോദിക്കും. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ പ്രവചനങ്ങളിൽ പറയുന്നത് പോലെ സംഭവിച്ചില്ല എങ്കിൽ ഈ ത്രിവിധ ദോഷഫലങ്ങൾ നമുക്ക് വരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതിൻ്റെ അപകടത്തെ മുന്നിൽ മനസ്സിലാക്കിക്കൊണ്ടും തിരുവചനം ഈ വിഷയത്തെക്കുറിച്ച് എന്ത് പറയുന്നു, മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. അത് തെറ്റാണെന്നും ശരിയാണെന്നും അത് പരിശുദ്ധാത്മാവാണെന്നും അല്ലെന്നും
യഥാർത്ഥ പ്രവചനമാണെന്നും അല്ലെന്നും ഇതൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ചില കാര്യങ്ങൾ നിരത്തി വെക്കുമ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക, പരിശുദ്ധാത്മാവിനാൽ ഇങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്ന്. പ്രവചനം തെറ്റിപ്പോകുമ്പോൾ ക്രിസ്തീയ വിശ്വാസം കാപഠ്യമാണ് എന്ന് പ്രചരിപ്പിക്കാനും ഒന്നും കൂടി എളുപ്പമുണ്ടാകും. അപ്പോൾ ആ ഒരു ദോഷം നമുക്ക് വരരുത്. അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ഈ വിഷയത്തിലേക്ക് ഞാൻ ഇറങ്ങട്ടെ. ഈ പ്രവചനം പറയുന്ന സഹോദരനെ ഞാൻ അറിയില്ല. ഇദ്ദേഹത്തിൻ്റെ പല വീഡിയോകളിൽ ഞാൻ കമൻറ്റ് ചെയ്തു, സഹോദര താങ്കളുടെ നമ്പർ എനിക്കൊന്ന് തരിക. ഞാൻ എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇനി ഇല്ല എങ്കിൽ എൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ എൻ്റെ നമ്പറുണ്ട്. അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് അദ്ദേഹത്തിന് ഇത് സംസാരത്തിൽ വന്ന നാവ് പിഴകാണോ അതോ തൻ്റെ ആശയത്തിൻ്റെ പിശകാണോ എന്ന് തന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പലവട്ടം തൻ്റെ നമ്പർ ഞാൻ ആവശ്യപ്പെട്ടത്. അദ്ദേഹം ഇതേവരെ തൻ്റെ നമ്പർ തരാത്തത് കൊണ്ട് ഞാനിത് പൊതുജനസമക്ഷത്തേക്ക് ഇദ്ദേഹത്തിന് ഈ പ്രവചനത്തിലെ ഓരോ അപാധകൾ എന്താണെന്ന് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഒന്ന് താൻ പറയുന്നു, കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത ഏത് നിമിഷത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്ന് കേട്ടു നോക്കുക. യേശു കർത്താവിന്റെ മേഘപ്രത്യക്ഷത ഇനി ഏത് നിമിഷവും സംഭവിച്ചേക്കാം എന്നുള്ള വളരെ വ്യക്തമായ വെളിപ്പെടുത്തലുകളും ഉറപ്പുകളും എന്റെ പ്രാർത്ഥനാ മുറിയിൽ പല പ്രാവശ്യം എനിക്കുണ്ടായി. കേട്ടല്ലോ ഇദ്ദേഹം പറഞ്ഞത്, കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത ഇനി ഏത് നിമിഷത്തിലും ഉണ്ടാകാം എന്ന്. നമ്മൾക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നത് അതുതന്നെയാണല്ലോ. നല്ലത് തന്നെ, കർത്താവ് എത്രയും വേഗം വരട്ടെ. പക്ഷേ അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നു, ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കാഹളം മുഴങ്ങുകയും പരിശുദ്ധാത്മാവ് സഭയെ എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യും എന്ന്. ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു കർത്താവിന്റെ കാഹളനാദത്തിന്റെ ശബ്ദവും ഈ ഭൂമിയിലുള്ള യേശു കർത്താവിന്റെ സഭയായ മണവാട്ടിയും പരിശുദ്ധാത്മാവിനാൽ എടുക്കപ്പെട്ടു കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്ന ഈ സംഭവങ്ങൾ എന്ന് പറയുന്നത് മഹോദ്രവകാലത്ത് നടക്കേണ്ടുന്ന സംഭവങ്ങളാണ്. അതെന്താണെന്ന് താൻ പറയുന്നുണ്ട്. ഇത് ഇന്ത്യയിലും ആഫ്രിക്കയിലും മാത്രമല്ല, ലോകത്തിന്റെ എല്ലായിടത്തും ഇത് രൂക്ഷമാകും. തെരുവീതികളിലും ലോകപ്പുറികളിലും ദൈവവേലയിലായിരിക്കുന്ന അഭിഷിക്തന്മാർ കൊല്ലപ്പെടുകയും രക്തസാക്ഷികളാകുകയും ചെയ്യും. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, അന്നവർ നിങ്ങളെ ഉപദ്രവിച്ച് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഭ എടുക്കപ്പെടുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മഹോദ്രവകാലം തുടങ്ങിയതിന് ശേഷം ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഭ എടുക്കും എന്ന് പറഞ്ഞാൽ മഹോദ്രവകാലത്തിൻ്റെ മധ്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എടുക്കും എന്നാണല്ലോ. സഭ എടുക്കപ്പെടുന്നതിനെക്കുറിച്ച് പൊതുവായി 3 തര പഠിപ്പിക്കലുകളാണുള്ളത്. 1, മഹോദ്രവകാലത്തിന് മുൻപ് സഭ എടുക്കപ്പെടും. 2, മഹോദ്രവകാലം തുടങ്ങിയതിന് ശേഷം അത് തീരുന്നതിന് മുൻപ് സഭ എടുക്കപ്പെടും. 3, മഹോദ്രവകാലം കഴിഞ്ഞതിന് ശേഷം സഭ എടുക്കപ്പെടും. ഇതിൽ ഏതാണ് വളരെ അടിസ്ഥാനപരമായും വിശ്വസിക്കാൻ കഴിയുന്നതും മറുചോദ്യരഹിതരുമായ പഠനം എന്നുള്ളതിന് ഞാൻ ഇതിൻ്റെ അവസാനം അതിൻ്റെ വിവരണം പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്കതും ഗ്രഹിക്കാം. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ ആശയമനുസരിച്ച് ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതായത് മഹോദ്രവകാലത്തിലെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാഹളം മുഴങ്ങുകയും സഭ എടുക്കപ്പെടുകയും ചെയ്യും എന്ന് പറയുകയും അപ്പോൾ തന്നെ അത് ഏത് നിമിഷവും സംഭവിക്കാം. അതായത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ല, നിങ്ങൾ ഈ വീഡിയോ ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴോ കർത്താവ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ സംഭവങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഒന്നുകൂടി പറഞ്ഞാൽ മഹോദ്രവകാലത്തെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഏത് നിമിഷത്തിനും കാഹളം മുഴങ്ങാം എന്നല്ലേ അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ മറ്റൊരാശയം കൂടി തൻ്റെ വാചകത്തിൽ നിന്ന് നമുക്ക് പ്രകടമാകുന്നുണ്ട്. ഒന്ന് താൻ പറയുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈ വക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഞാൻ വായിച്ചിട്ട് എനിക്കിത് കാണാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ നാവ് പിശകായിട്ട് ഞാനതിനെ പരിഗണിക്കുന്നു. അതുകൊണ്ട് അതൊരു ചോദ്യം ചെയ്യലായിട്ട് കാണണ്ട. രണ്ടാമത് താൻ പറയുന്നത്, ദൈവവേലയിലായിരിക്കുന്ന അഭിഷിക്തന്മാർ ഈ സംഭവകാലത്ത്, അതായത് മഹോദ്രവകാലത്ത് കൊല്ലപ്പെടുകയും ഏൽപ്പിക്കപ്പെടുകയും ചെയ്യും. അതൊന്ന് കേട്ടു നോക്കിക്കേ.
ഇത് ഇന്ത്യയിലും ആഫ്രിക്കയിലും മാത്രമല്ല, ലോകത്തിന്റെ എല്ലായിടത്തും ഇത് രൂക്ഷമാകും. തെരുവീതികളിലും ലോകമുറികളിലും ദൈവവേലയിലായിരിക്കുന്ന അഭിഷിക്തന്മാർ കൊല്ലപ്പെടുകയും രക്തസാക്ഷികളാകുകയും ചെയ്യും. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, അന്നവർ നിങ്ങളെ ഉപദ്രവിച്ച് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. ഓക്കെ, ഇവിടെയും ഒരു വൈരുദ്ധ്യം പ്രകടമാകുന്നത്, മഹോദ്രവകാലത്ത് ഈ സംഭവം നടക്കുമ്പോൾ അഭിഷിക്തന്മാർ കൊല്ലപ്പെടുകയും നിങ്ങൾ അതിലേക്ക് ഏൽപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് പറയുകയും, അപ്പോൾ തന്നെ മഹോദ്രവകാലത്തിന് മുൻപ് തന്നെ സഭ എടുക്കപ്പെടുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അത് തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? സഭ എടുത്തുകൊണ്ട് പോയപ്പോൾ അഭിഷിക്തന്മാർ പോയില്ലേ? വിശുദ്ധർ പോയില്ലേ? പിന്നെ ആരെയാണ് കൊല്ലുന്നത്? പിന്നെ ആരെയാണ് ഈ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? അവിടെയും വന്നില്ലേ ഒരു പാകപ്പിഴ? ഇതൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് വ്യക്തമായ പ്രവചനം കൊടുത്താൽ ഇവിധമാകുന്ന വൈരുദ്ധ്യങ്ങൾ പ്രകടമാകത്തില്ല. പരിശുദ്ധാത്മാവ് തോന്നുന്നത് പോലെ പറയുന്ന കൂട്ടത്തിലല്ല. അതൊരു ചിന്തയിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു ചിന്തയിലേക്ക് പോകാം. മറ്റൊരു പ്രവചനം അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനാമുറികളിലും ദേവാലയങ്ങളിലും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്നവരുടെ മേൽ ശരീരത്തിൽ അടക്കാനാകാത്ത വിധത്തിലൊരു തേജസ് ഇറങ്ങി വലിയൊരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു പുതു തലമുറയെ അഭിഷേകം ചെയ്യാൻ പോകുന്നു എന്ന് താൻ പറയുന്നു. ഇടയ്ക്ക് താൻ പറയുന്നു അത് ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്നു. ഒന്ന് കേട്ടു നോക്കുക. ഈ ദിവസങ്ങളിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ദൈവാലയങ്ങളിലും പ്രാർത്ഥനാ മുറികളിലും ഉറ്റിരിക്കുന്നവരുടെ മേൽ ഇതുവരെയ്ക്കും അനുഭവിച്ചിട്ടില്ലാത്തതും ശരീരത്തിൽ താങ്ങാനാകാത്തതുമായ ദൈവ തേജസ് ഇറങ്ങി വരാൻ പോകുകയാണ്. ദൈവദൂതന്മാർ നിൽക്കുകയും സഞ്ചരിക്കുകയും ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണത്തക്ക നിലയിൽ ഇവരുടെ മേൽ ആത്മതലങ്ങളെ ദൈവം തുറക്കാൻ പോകുന്നു എന്നൊരു ശബ്ദം എന്റെ പ്രാർത്ഥന മുറിയിൽ എനിക്കുണ്ടായി. അപ്പോൾ ഇവിടെ ന്യായമായി നമുക്കൊരു ചോദ്യം വരും. ദൈവാലയങ്ങളിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ മുറികളിൽ പ്രാർത്ഥനയിലായിരിക്കുന്നവരുടെ മേൽ ദൈവം വലിയൊരു അഭിഷേകം പകരാൻ പോവുകയാണ്. എന്തിനു വേണ്ടി? ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി. അപ്പം ഞാൻ ഒന്ന് ചോദിക്കട്ടെ സഹോദര, താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനകത്ത് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ഈ 2025 ജൂൺ മാസം മുതൽ അത് ആരംഭിക്കാൻ പോകുന്നുവെന്ന് താങ്കൾ എടുത്തു പറയുന്നുണ്ട്. വളരെ വിശദമായി പറഞ്ഞാൽ, ദൈവം എന്നോട് അറിയിക്കുന്ന പ്രവചന ശബ്ദങ്ങളും ദർശനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെയും കാലഗതികളെയും നോക്കിയാൽ 2025 എന്ന ഈ വർഷത്തിന്റെ ജൂൺ മാസം തുടങ്ങി ഈ ലോകം 2030 എന്ന വർഷം പൂർത്തീകരിച്ച് കടക്കുമെന്ന് ഒരു ഉറപ്പും തരാൻ കഴിയുകയില്ല എന്ന വിധത്തിൽ ലോകത്തിന്റെ ഗതികളും സാഹചര്യങ്ങളും മാറിമറിയാൻ പോകുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ പറയുന്നത്, ഈ കർത്താവിൻ്റെ കാഹളം ഏത് നിമിഷത്തിലും മുഴങ്ങാമെന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ ഇത് സംഭവിച്ചേക്കാം എന്നുള്ള വിധത്തിലാണ് താൻ അത് അവതരിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഭ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുമെങ്കിൽ പിന്നെ ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു അഭിഷേകം എന്ന് പറഞ്ഞാൽ അത് എന്തിനു വേണ്ടിയാണ്, എവിടെ ശുശ്രൂഷിക്കാനാണ്, ആരുടെ ഇടയിൽ ശുശ്രൂഷിക്കാനാണ് എന്നൊരു ചോദ്യം കൂടി വരില്ലേ പിന്നിൽ? കാരണം സഭ ഏത് നിമിഷവും എടുക്കപ്പെടും. സഭ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അഭിഷേകം ചെയ്യുന്നത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? അതിലെ പ്രവചനത്തിലെ വൈരുദ്ധ്യങ്ങൾ ശ്രോതാക്കൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി അതിപ്രധാനമായ വിഷയത്തിലേക്ക് വരട്ടെ. 2030 വരെ ഈ ലോകം മുന്നോട്ട് പോകുകയില്ല എന്ന് തന്നെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്നോട് പറഞ്ഞു എന്നാണ് താൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ 2025 ആയ ഇന്ന് നമ്മൾ കണക്ക് കൂട്ടിയാൽ ഇനി ഏകദേശം 5 വർഷങ്ങൾ കൂടിയേ ഈ ലോക അവസാനത്തിനുള്ളൂ എന്നാണ് തൻ്റെ പ്രഖ്യാപനം. നമ്മൾ ന്യായമായി കടന്ന് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഓരോരുത്തരും താന്താൻ്റെ നിരയിലെത്രേ, അതായത് പുനരുത്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യഫലം ക്രിസ്തു, അത് ഓൾറെഡി സംഭവിച്ചു പോയി. ഇനി ക്രിസ്തുവിനുള്ളവർ, അത് അവൻ്റെ വരവെങ്കിൽ എന്നെടുത്ത് പറയുന്നുണ്ട്. അതായത് ഈ കാഹളം മുഴങ്ങുന്ന സമയത്ത് പുനരുത്ഥാനം സംഭവിക്കുമെന്നും ആ വാക്യത്തിൽ പിന്നീട് പറയുന്നത് പിന്നെ അവസാനം. ആ പിന്നെ എന്ന് പറയുന്നതിനിടയിൽ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ തന്നെ നമുക്കത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ക്രിസ്തുവിൽ മരിച്ചവർ 1-ാം പുനരുത്ഥാനമായിട്ട് അവർ ഉയർത്തി നിൽക്കുന്നു. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുക. ആ ഉയർത്തി നിൽക്കുന്നവർ
1000 ആണ്ട് കർത്താവിനോട് കൂടി വാഴുന്നു. അതാരൊക്കെയാണ് ഉയർത്തെഴുന്നേറ്റ് ഏൽക്കുന്നുള്ളതും അതിനോടുള്ള ബന്ധത്തിലൊരു പോയിന്റ് ഞാൻ പിന്നാലെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത് തെസ്സലോനിക്കർക്ക് എന്ന ലേഖനത്തിൽ പറയുന്ന കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി നിൽക്കും. ഇതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. ഈ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ആരെല്ലാം ഉണ്ട് എന്നുള്ളത് വ്യക്തമായി പഠിക്കുമ്പോഴാണ് ഇന്നുള്ള ചില പഠിപ്പിക്കലുകളുടെ അബദ്ധങ്ങൾ വെളിപ്പെട്ട് വരുന്നത്. അത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അത് കേട്ടിട്ടേ നിങ്ങളിത് കമൻറ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ ആ ഒന്നാം പുനരുത്ഥാനം നടക്കുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ പറയുമ്പോൾ അവർ ഉയർത്തെന്നിട്ട് 1000 ആണ്ട് കർത്താവിനോട് കൂടി വാഴും. ആ 1000 ആണ്ട് പിശാചിനെ ചങ്ങലയിട്ട് പൂട്ടും. ആ 1000 ആണ്ട് നാളത്തേക്ക് അഭക്തരായി മരിച്ചവരായി ഉയർത്തെഴുന്നേൽക്കത്തില്ല. അതിനുശേഷമാണ് അവർ ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പോൾ നമുക്കൊന്നിരുന്ന് പഠിക്കാം. കർത്താവ് ഇതാ വരാൻ പോകുന്നു. ഏത് നിമിഷത്തിലും വരാം. തൻ്റെ വാക്കെങ്ങനെയാണ്? ഏത് നിമിഷത്തിലും വരാം. ഉദാഹരണം, ഇന്ന് തന്നെ വരുന്നു. ഇന്ന് തന്നെ വരികയാണെങ്കിൽ ഇദ്ദേഹം പഠിപ്പിക്കുന്നതനുസരിച്ച് സഭയെടുക്കപ്പെട്ടതിന് ശേഷം ഒരു മഹോദ്രവകാലം ഉണ്ടല്ലോ. അതെത്ര നാളാണ്? 7 വർഷം. അപ്പോൾ കണക്ക് കൂട്ടുക. ഈ 2025 ഇന്ന് കർത്താവ് വന്നാൽ ഓക്കെ, ഞാൻ സന്തോഷമാണ്, നമ്മൾക്ക് ആഗ്രഹിക്കുന്നു, വരട്ടെ. കർത്താവ് വന്നാൽ നാളെ മുതൽ മഹോദ്രവകാലം ഇവിടെ ആരംഭിച്ചെന്നിരിക്കട്ടെ. ഗ്യാപ്പ് എത്ര ദിവസമാണെന്ന് പറയുന്നില്ല. മഹോദ്രവകാലം ആരംഭിച്ചാൽ ശ്രദ്ധിക്കണം, മഹോദ്രവകാലത്തിന് മുൻപ് സഭ എടുക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. അതെൻ്റെ ഞാൻ പറയുന്ന ന്യായങ്ങളും വചനങ്ങളും കേട്ടിട്ടേ ഞാൻ ഏത് ഉപദേശക്കാരനെന്ന് പറയാവുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ അംഗീകരിക്കുകയാണ്. ഇന്ന് കർത്താവ് വന്നു, ഓക്കെ, അടുത്ത മഹോദ്രവകാലം തുടങ്ങുകയാണ്. ഒരു 7 വർഷം വേണമല്ലോ. ആ 7 വർഷം എന്ന് പറയുമ്പോൾ 2032 ആയോ? 32 ആയി. താനോട് എന്നാ പറഞ്ഞത്? 2030 വരെ ഈ ലോകം പോകുകയില്ല. ശരി, അത് കഴിഞ്ഞിട്ട് മഹോദ്രവകാലമെല്ലാം കഴിഞ്ഞിട്ട് ഇവർ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ പറയുന്ന ആ കൂട്ടർ ഉയർത്തെഴുന്നേൽക്കണമല്ലോ. എന്നിട്ടല്ലേ അവരും 1000 ആണ്ട് വാഴുമല്ലോ. ഇവരെ പഠിപ്പിക്കലനുസരിച്ച് ഓൾറെഡി സഭ എടുക്കപ്പെട്ടു മധ്യാകാശത്തിൽ 7 വർഷം കർത്താവിനോട് കൂടെ നിൽക്കട്ടെ. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഈ കൂട്ടർ ഉയർത്തെഴുന്നേറ്റ് 1000 ആണ്ട് വാഴുന്നുണ്ടല്ലോ. 1000 ആണ്ട്. ആ 1000 ആണ്ട് കൊണ്ട് കഴിഞ്ഞതിന് ശേഷമല്ലേ ആബാലവൃദ്ധം ജനം ഉയർത്തെഴുന്നേറ്റവരെല്ലാം വെള്ള സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത്. അവിടെ വെച്ചല്ലേ ചെമ്മരിയാടിനും കോലാടിനെയൊക്കെ തരം തിരിച്ചിട്ട് ആരുടെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ തീപ്പൊയ്കൾ തള്ളിയിടുന്നത് അവിടെ വെച്ചല്ലേ? അവിടെ വെച്ചാണ്. അപ്പോൾ 1000 ആണ്ട് പിന്നിട്ടില്ലേ? 1000 ആണ്ടായി. അതിനുശേഷമാണല്ലോ അവരെ തീപ്പൊയ്കൾ തള്ളിയിട്ടതിന് ശേഷമാണല്ലോ പുതിയ ആകാശവും പുതിയ ഭൂമിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അവിടെയല്ലേ ലോകത്തിൻ്റെ അവസാനം സംഭവിച്ചത്. അതുകൊണ്ടാണ് കുറിക്കുന്നത് ലേഖനം 15-ാം അധ്യായത്തിൽ പറയുമ്പോൾ ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിലുള്ളവർ അവൻ്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അപ്പം അവൻ്റെ വരവെങ്കിലും കഴിഞ്ഞ് ഈ അവസാനം എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ എന്തെല്ലാം സംഭവിക്കുമെന്നും വിശുദ്ധ വേദപുസ്തകം നമ്മളെ സ്പഷ്ടമായി പഠിപ്പിക്കുന്നുണ്ട്. അത് എതിർ ചോദ്യരഹിതമാകും വിധം നമുക്ക് പഠിക്കാനും കഴിയും. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നതെങ്കിൽ അവിടെയല്ലേ ലോക അവസാനം വന്നിട്ട് പുതിയൊരു ആരംഭം കുറിക്കുന്നത്. അപ്പോഴേക്കും സഹോദര, എത്ര വർഷം പിന്നിട്ട്? ഇന്ന് സഭയെടുത്താൽ അടുത്ത 7 വർഷവും മഹോദ്രവം. അത് കഴിഞ്ഞിട്ടൊരു 1000 ആണ്ട് വാഴ്ച. അപ്പോൾ 25 7 32 പ്ലസ് 1000 സമം 3032 അവസാനം വരാൻ സാധ്യതയുള്ളൂ. നമ്മളൊക്കെ കണക്ക് കൂട്ടാൻ പഠിച്ചവരാണല്ലോ. ഈ ലോകാവസാനം എന്ന് പറയുമ്പോൾ ശരി, യുഗാവസാനം എന്നാണ് പറയുന്നത്. ആ യുഗം അവസാനമാണെങ്കിൽ പോലും പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ ഈ ലോകത്തിൻ്റെ അവസാനം വന്നെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ അവിടെയും നമ്മൾ കടന്ന് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത്രയും വിശദമായിട്ട് പറയാൻ കാരണം 2025 മുതൽ അതിൻ്റെ ആരംഭം കുറിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ 2025 ഈ ആരംഭം മുതൽ ഈ സംഭവങ്ങൾ ആരംഭം കുറിക്കുകയും
അതിൻ്റെ ഇടയിൽ പരിശുദ്ധാത്മാവെന്ന് സഭ എടുക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ പിന്നെ 30-ൽ അവസാനമെന്ന് പറയുമ്പോൾ എങ്ങനെ കണക്ക് കൂട്ടിയാലും ഒരു 1007 വർഷം കഴിഞ്ഞിട്ടേ അവസാനം വരാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരത്തുള്ളൂ. വചനം അത് അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വളരെ ശ്രദ്ധിച്ച് വായിക്കുക. ഇനി ഞാൻ എൻ്റെ ശ്രോതാക്കളോട് പറയട്ടെ, സഭ എപ്പോഴാണ് എടുക്കപ്പെടുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് വേറിട്ട ചിന്തകളുടെ 128, 129, 130, 131, 132 എന്നീ ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തമായി വചനത്തിലൂടെ അത് തെളിയിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചോദ്യത്തോടു കൂടി ഒരു പുതിയ ചിന്തയിലേക്ക് നമുക്ക് കിടക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി നിൽക്കും. ഈ പുനരുത്ഥാനം ഒന്നാമത്തെ പുനരുത്ഥാനമോ അതോ ഒന്ന് കഴിഞ്ഞതിന് ശേഷം വീണ്ടുമുള്ള ഏതോ ഒരു പുനരുത്ഥാനമോ? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? കർത്താവിൻ്റെ കാഹളം മുഴങ്ങുന്ന സമയത്താണ് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്ന ശേഷിക്കുന്നവരായി നാം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ ഈ സംഭവത്തെ ഒന്നാമത്തെ പുനരുത്ഥാനമെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു എങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ ഒന്നും കൂടി വളരെ വ്യക്തമായി പറയുന്നു, ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഈ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ എടുത്തു പറയുകയാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ഒന്നാമത്തെ പുനരുത്ഥാനമെന്ന് പറയുമ്പോൾ 2 കൂട്ടരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് അവിടെ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 9, 10, 11 വാക്യങ്ങളിൽ പറയുന്ന ഒരു കൂട്ടം രക്തസാക്ഷികളുണ്ട്. അവർ ദൈവവചന നിമിത്തവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം ശിരസ് ഛേദിക്കപ്പെട്ടവരാണ്. ശ്രദ്ധിക്കണം, അവർ ശിരസ് ഛേദിക്കപ്പെട്ടതിൻ്റെ കാരണം 1 ദൈവവചന നിമിത്തം, 2 യേശുവിൻ്റെ സാക്ഷ്യ നിമിത്തം. ഈ 2 കാരണങ്ങളാൽ ശിരസ് ഛേദിക്കപ്പെട്ട ആളുകളുടെ ആത്മാക്കളെ യാഗപീഠത്തിൻ്റെ കീഴിൽ കണ്ടു. അവർ ചോദിക്കുകയാണ്, വിശ്വസ്തനും സത്യവാനുമായ നാഥനെ, ഭൂമിയും ഞങ്ങളോട് ഇത് ചെയ്തവരോട് പ്രതികാരം ചെയ്യാനായി ഇനി എന്ത് താമസമെന്ന് ചോദിക്കുമ്പോൾ ഈ വന്ന ദൂതൻ അവർക്കൊരു സമ്മാനമൊക്കെ കൊടുത്ത് ഒരു വെള്ള നിലയെങ്കിൽ കൊടുത്തിട്ട് അവരോട് പറയുക, നിങ്ങളെപ്പോലെ ഇനി ചില സഹോദരന്മാരും കൂടി സഹഭൃത്യരായിരിക്കുന്നവരും കൂടി വരുവാനുണ്ട്. എങ്ങനെ വരുവാൻ? രക്തസാക്ഷിത്വം വഹിച്ച് കൊല്ലപ്പെട്ടു വരുവാനുണ്ട്. ആ വരുന്നവരാരാണെന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുമ്പോൾ അതിന് 4-5 വാക്യങ്ങൾ പറയുക. അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം. ഞാൻ ന്യായാസനങ്ങൾ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും, ഒരു കൂട്ടരെക്കുറിച്ച് പറയുകയാണ്, ഭാഷാപ്രയോഗം ശ്രദ്ധിക്കണം, ഛേദിക്കപ്പെട്ടവരും എന്ന് അവസാനിപ്പിക്കുമ്പോൾ മറ്റൊരു കൂട്ടത്തെയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് അവതരിപ്പിക്കാൻ പോകുന്നു എന്നല്ല എൻ്റെ അർത്ഥം. ഇവിടെ പറയുന്നവർ യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവർ. അവരുടെ കാര്യം തന്നെയാണല്ലോ 6-ാം അധ്യായത്തിൽ മുൻപ് വായിച്ചത്. അതെ, അവരോടാണ് പറഞ്ഞത്, നിങ്ങളെപ്പോലെ സഹഭൃത്യവരായി ഇനിയും വരാനുണ്ടെന്ന്. അവരും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഈ 2 കൂട്ടരെയും കൂട്ടിക്കൊണ്ടിവിടെ പറയുകയാണ്. ആദ്യത്തെ കൂട്ടർ യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും, പിന്നെ 2-ാമത്തെ കൂട്ടർ പറയുന്നത് മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാത്തവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. ഇതേത് കാലത്ത് നടക്കുന്ന? മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാത്തവരും നെറ്റിമേലോ കൈമേലോ മുദ്ര ഏൽക്കാത്തവരും എന്ന് പറയുമ്പോൾ ഈ 2 കാര്യങ്ങളും നടക്കേണ്ടത് മഹോദരപകാലത്തല്ലേ? ഉറപ്പായിട്ടും മഹോദരപകാലത്ത് തന്നെയാണ്. അപ്പോൾ ആ മഹോദരപകാലത്ത് ഈ വരുന്ന ഈ രക്തസാക്ഷിത്വം വഹിച്ചവരും
മുൻപേ യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം ശിരസ് ഛേദിക്കപ്പെട്ടവരും ഇവിടെ ഒരുമിച്ച് ഉയർത്തെഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയണ അവർ ഉയർത്തെഴുന്നേറ്റു. ഏതാണ് അവർ? ആദ്യം പറഞ്ഞ കൂട്ടരും രണ്ടാമത് പറഞ്ഞ കൂട്ടരും. വ്യക്തമായി മനസ്സിലായെന്ന് കരുതുന്നു സഹോദരങ്ങളെ. ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് പറയാണ് അവർ 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. അപ്പോൾ ഇനി ഒരു ചോദ്യം ഇവിടെ വരുന്നത്, ഇത് മഹോദ്രവകാലത്ത് നടക്കുന്നുള്ള ഒരു ഉറപ്പായി. അപ്പോൾ ഇതിന് ഈ പുനരുത്ഥാനത്തെയാണ് ഒന്നാം പുനരുത്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിനു മുൻപ് ഒരു പുനരുത്ഥാനം ഉണ്ടായിരിക്കരുതല്ലോ. യേശുവിൻ്റെ മരണസമയത്ത് കുറേ പേര് ഉയർത്തെഴുന്നേറ്റും വിശുദ്ധന്മാരുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അന്നൊന്നും പുതിയ നിയമസഭയുടെ ആരംഭമായിട്ടില്ല, പുതിയ നിയമസഭയ്ക്കുള്ള ഉപദേശവുമായിട്ടില്ല. അതൊക്കെ മാറ്റിവെക്കുകയും ഞാൻ പുതിയ നിയമസഭയുടെ വിശ്വാസം പറയുന്നത് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമുള്ള അല്ലെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നിങ്ങൾ സ്നാനത്തെക്കുറിച്ചുള്ള കൽപ്പന അപ്പോസ്തലന്മാർ സ്വീകരിക്കുന്ന അവിടം മുതൽ ആണ് പുതിയ നിയമസഭയ്ക്കുള്ള ഉപദേശത്തിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം ലഭിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇവിടെ യേശു മരിച്ച സമയത്ത് ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ അതെല്ലാം ഈ പുതിയ നിയമസഭ സ്ഥാപിച്ചതിന് ശേഷമുള്ള കാര്യമല്ല. പുതിയ നിയമസഭ സ്ഥാപിച്ചതിന് ശേഷം അപ്പോസ്തലന്മാർക്ക് ദൈവാത്മാവിൽ വെളിപ്പെട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2 പുനരുത്ഥാനമാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ചിലരുടെയൊക്കെയും പഠിപ്പിക്കലിനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി അവർ കർക്കശമായി അവകാശപ്പെട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും അങ്ങനെ ആയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അടിച്ചേൽപ്പിക്കുന്നതുമായ ആശയങ്ങൾ എന്നല്ലാതെ വിശുദ്ധ വേദപുസ്തകത്തിൽ 2 പുനരുത്ഥാനത്തിന് മാത്രമേ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ ഈ രക്തസാക്ഷിത്വം വഹിച്ച 2 കൂട്ടരും ഉൾപ്പെട്ടതല്ലേ? അവർ ആ ഉയർത്തെഴുന്നേറ്റ് 1000 ആണ്ട് വാണു എങ്കിൽ മഹോദ്രവത്തിന് മുൻപ് സഭയെടുക്കപ്പെടുന്നു പറയുമ്പോൾ ഈ സഭ ഈ സമയത്ത് എവിടെയാണ്? മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ ഇരിക്കട്ടെ. നമ്മുടെ മണിപ്പന്തൽ വചനത്തിൽ പറയുന്നില്ല, നമുക്ക് ഭാവനയിലും പ്രത്യാശയിലും വിശ്വാസത്തിലും കണ്ടുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം. ശരി, ഇനി എൻ്റെ ചോദ്യം, ഈ ദൈവവചന നിമിത്തവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തവും ശിരസ് ഛേദിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ മഹോദ്രവകാലത്തിന് മുൻപ് നടന്നവരല്ലേ? അതുകൊണ്ടാണല്ലോ അവരോട് പറഞ്ഞത് നിങ്ങൾ അല്പകാലം കൂടി കാത്തിരിക്കുക, അല്പകാലം കഴിഞ്ഞാൽ മഹോദ്രവകാലം തുടങ്ങുമെന്നും മഹോദ്രവകാലം തുടങ്ങി കഴിയുമ്പോൾ കുറേ പേരെയൊക്കെ ഈ മൃഗത്തിനെയൊക്കെ നമസ്കരിക്കാതെ ഈ മുദ്ര ഏൽക്കാത്തവരൊക്കെ കൊല്ലപ്പെടുന്നു, അവരും കൂടി വന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ഉയർത്തെഴുന്നേറ്റാൽ മതിയെന്ന് പറയുമ്പോൾ വളരെ വ്യക്തമല്ലേ അവർ ഉയർത്തെഴുന്നിട്ടില്ല എന്ന്. ഇനി നമ്മുടെ ചോദ്യം, കാഹളം മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ മഹോദ്രവകാലത്തിന് മുൻപേ കാഹളം മുഴങ്ങി എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്, സഭയെടുക്കപ്പെട്ടു എന്നാണല്ലോ പറയുന്നത്. അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റപ്പോൾ എന്തുകൊണ്ട് ഈ രക്തസാക്ഷിത്വം വഹിച്ചവർ ഉയർത്തെഴുന്നേറ്റില്ല? ഈ പ്രവചനം പറഞ്ഞ സഹോദരൻ വളരെ ശ്രദ്ധിച്ച് കേട്ട് ഇത് മനസ്സിലാക്കണം. ഇനി പ്രവചിക്കുമ്പോൾ നിങ്ങളുടെ പ്രവചനവും ദൈവം നിങ്ങളോട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് ഓക്കെ, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് തരുന്ന പ്രവചനവും വിശുദ്ധ ബൈബിളിൽ അഭിഷിക്തന്മാരായ അപ്പോസ്തലന്മാർ എഴുതി വെച്ചിരിക്കുന്ന ആശയം തമ്മിൽ വൈരുദ്ധ്യമാകാൻ പാടില്ല. അവിടെയാണ് അതിൻ്റെ അപകടം. അതുകൊണ്ട് പ്രിയ സഹോദരൻ്റെ ശുശ്രൂഷയെ ഞാൻ മാനിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു. താങ്കൾ എനിക്ക് നമ്പർ തന്നിരുന്നുവെങ്കിൽ താങ്കളെ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി, ഞാൻ വളരെ ഭയത്തോടു കൂടി, നല്ല ശുശ്രൂഷയുള്ള എന്നേക്കാളൊക്കെ ഞാനൊക്കെ പറയുന്നതിനേക്കാൾ വലിയ മഹനീയമായ ശുശ്രൂഷ ചെയ്യുന്ന ഒരു അഭിഷിക്തൻ എന്നുള്ള ബഹുമാനത്തോടു കൂടി ഞാൻ സംസാരിക്കുമായിരുന്നുള്ളൂ. എൻ്റെ താങ്കളുടെ പല വീഡിയോകളുടെ ചുവടുകൾ ഞാൻ വളരെ ദയനീയമായി ഞാൻ അപേക്ഷിച്ച് എനിക്ക് ആ നമ്പറും തരാമോ എന്ന്. താങ്കളൊരു പക്ഷേ എനിക്ക് കണ്ടു കാണില്ല, ഇരിക്കട്ടെ, അത് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈ 2 കൂട്ടരായ രക്തസാക്ഷിത്വം വഹിച്ചവരെ എന്തുകൊണ്ട് കർത്താവിൻ്റെ കാഹളം മുഴങ്ങിയ സമയത്ത് അവർ ഉയർത്തെഴുന്നിട്ടില്ല? ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഞാൻ ഉദാഹരണം പറയട്ടെ. നമ്മുടെയൊക്കെ വീടുകളിൽ കുഞ്ഞുങ്ങളുണ്ടല്ലോ, കഞ്ഞി തരണേ എനിക്ക് വിശക്കുക എന്ന് പറയുന്ന കൊച്ചുകുട്ടി പുറകെ നടന്ന് നിലവിളിക്കുമ്പോൾ കളിക്കാൻ പോയവനെ വിളിച്ചു വരുത്തി കഞ്ഞി കുടിക്കണമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ചെഴുന്നേറ്റ് കഞ്ഞി കുടിക്കണമെന്ന് പറഞ്ഞ് കുത്തി എഴുന്നേപ്പിച്ച് കൊടുക്കുമ്പോൾ ആ അമ്മയുടെ ആ ഒരു സ്നേഹം എതിരെ പോയി. ഇച്ചിരി കഞ്ഞിതായി എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നവനല്ല കൊടുത്തത്, കളിച്ച് നടന്നവനെ വിളിച്ചു കൊടുക്കുക, ഉറങ്ങിക്കിടന്നവനെ വിളിച്ചു കൊടുക്കുക. ഇതിന് തുല്യമായി പോയില്ലേ? ത്തിൻ്റെ സാക്ഷ്യവും യേശുവിൻ്റെ നാമനിമിത്തവും
ശിരസ് ഛേദിക്കപ്പെട്ടവർ ചോദിക്കുകയാണ്, അയ്യോ ഞങ്ങളോട് ഇത് ചെയ്തവരോട് പ്രതികാരം ചെയ്യാൻ എത്ര വൈകുമെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഒരു ആകാംക്ഷ നോക്കിക്കേ, കർത്താവേ അങ്ങൊന്ന് വേഗം വരണം, ഇതിൻ്റെ ഒരു വിധി നടക്കണം, അവരോട് പ്രതികാരം ചെയ്യണം, ഞങ്ങൾക്കൊന്ന് ഉയർത്തെഴുന്നേൽക്കണം. അത്രയ്ക്ക് ആകാംക്ഷയോടുകൂടി കിടക്കുന്നവർക്കൊരു വെള്ളയൊടുപ്പ് കൊടുത്ത് ഒതുക്കി നിർത്തിയിട്ട്, അവർക്ക് വെള്ള നിലയെങ്കിൽ കൊടുത്തെന്നാണ് പറയുന്നത്, അവർക്കൊരു വെള്ള നിലയെങ്കിൽ കൊടുത്ത് ഒതുക്കി നിർത്തിയിട്ട് ഒരു പ്രതീക്ഷയില്ല, കർത്താവേ നീ ഇപ്പോൾ വരരുത്, എൻ്റെ കൊച്ചിത് പഠിച്ച് ഞങ്ങൾ ലോണൊക്കെ എടുത്ത് അവൾ കഷ്ടപ്പെട്ട് കളച്ച് പഠിച്ച് വന്നതുള്ളൂ, അവൾ സംഭവം പാസ്സായതുള്ളൂ, ഇനി എഴുതിയിരിക്കുകയാണ് വിദേശത്തേക്ക് UK ഒന്ന് പോകാനായിട്ട്, അവിടെയും പോയി ഒരു 10 വർഷമൊക്കെ ജോലി ചെയ്ത് ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ എതിരെ താമസിക്കാൻ ദേവസ്യ ചേട്ടനുണ്ടല്ലോ, ആ ദേവസ്യ ചേട്ടൻ്റെ കാറിനേക്കാൾ വലിയ കാറും മേടിച്ചും അദ്ദേഹം പണിതിരിക്കുന്ന 2 നില കെട്ടിടത്തിൻ്റെ മുന്നിൽ ഞങ്ങൾക്കൊരു 3 നില കെട്ടിടം കൂടെ പണിത്, ഞങ്ങളും വിദേശ പണം കൈകാര്യം ചെയ്യുന്നവരാണ്, അവരുടെ മുമ്പിലൊക്കെ ഒന്ന് കോളർ വലിച്ചിട്ടൊന്നൊക്കെ ഒന്ന് കാണിച്ച് ഞങ്ങളുടെ ആ ഒരു വാശിയും വയലൊക്കെ തീർന്നിട്ട് കർത്താവ് കൊണ്ട് വന്നാൽ മതിയേന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രക്തസാക്ഷിത്വം വഹിച്ചൊരു പറയുക, വിശ്വസ്തനും സത്യവാനുമായ നാഥ ഒന്ന് വേഗം വന്നിട്ടൊന്ന് പ്രതികാരം ചെയ്യണേ. അപ്പോൾ ആകാംക്ഷ കൂടുതൽ ആർക്കാ? കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള. അപ്പോൾ കർത്താവ് വേഗം വരണമെന്നുള്ള ആകാംക്ഷ ആർക്കാ? നേരത്തെയൊക്കെ സഭകളിൽ കർത്താവ് ലാസ്റ്റ് ഇപ്പോൾ വേഗം വരണമെന്ന് പറയും, ഇപ്പം വേഗമില്ല വരണമെന്നായി. അതിൻ്റെ കാര്യം എന്നറിയോ? അങ്ങനെ വേഗം പറഞ്ഞ നോക്കത്തില്ലല്ലോ. ഞാൻ ബിസിനസ് ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, എൻ്റെ കെട്ടിടത്തിൻ്റെ ഫൗണ്ടേഷൻ ഞാൻ ഇട്ടതല്ലേ ഉള്ളൂ, എൻ്റെ കൊച്ച് വിദേശത്തേക്ക് പോയതല്ലേ ഉള്ളൂ, അപ്പോൾ വേഗം വന്നാൽ എങ്ങനെ വെക്കുന്നേ? ആകട്ടെ, വേഗം വരണമെന്ന് പറയുമ്പോൾ പറയേണ്ട ഇതൊന്നും ഞാൻ വിധിക്കുന്നില്ല, ഞാൻ ഒരു ചിന്ത പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത്, ജീവനോടിരിക്കുന്ന നാം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതിനേക്കാൾ രക്തസാക്ഷിത്വം വഹിച്ചവർ കർത്താവിനോട് ആകാംക്ഷയോടുകൂടി ചോദിക്കുമ്പോൾ ആ ചോദിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാതെ, അതായത് കാഹളം മുഴങ്ങുമ്പോൾ, മഹോദരത്തിന് മുൻപേ സഭ എടുക്കപ്പെടുമ്പോൾ കാഹളം മുഴങ്ങിയല്ലോ, ആ കാഹളത്തിൽ കർത്താവെ ഇപ്പോൾ വരരുതേ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചവരെ എടുത്തുകൊണ്ട് പോയിട്ട് നീ ഒന്ന് വരണമേ എന്ന് പറഞ്ഞവരെ അവിടെ ഇട്ടൊരു വെള്ളയൊടുപ്പും കൊടുക്കും ഒതുക്കി നിർത്തിയെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ അമ്മയെപ്പോലെ ആയിപ്പോയില്ലേ, കഞ്ഞി എനിക്ക് തരാമോ എന്ന് ചോദിച്ചു വിശക്കുവാണെന്ന് പുറകെ നടന്ന കൊച്ചിന് കൊടുക്കാതെ കളിച്ച് നടന്നവന് വിളിച്ചു കൊടുത്തതുപോലെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചേക്കുക. ഇപ്പോൾ വരരുതേ എന്ന് ആഗ്രഹിച്ച് ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് കാഹളം മുഴക്കി അവരെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുപോയിട്ട്, മരിച്ചു കിടന്നവരെ അവരെ ഉയർപ്പിച്ച് കൊണ്ടുപോയിട്ട് ഇവിടെ ഒരു കൂട്ടർ ഇട്ടേച്ച് പോയേക്കുക. എത്ര അനീതിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങളുടെ പഠിപ്പിക്കലനുസരിച്ച്, എൻ്റെ പഠനമനുസരിച്ച് അങ്ങനെയൊന്നുമില്ല കേട്ടോ. വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതനുസരിച്ച് അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം ഈ പുനരുത്ഥാനമെല്ലാം ഒരുമിച്ച് നടക്കുന്നു. രണ്ടാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത് അഭക്തരായി മരിച്ചവരാണ്, അവരും ഉയർത്തെഴുന്നേറ്റ് എപ്പോഴാണ്? 1000 ആണ്ട് കഴിഞ്ഞതിന് ശേഷം. ഈ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാണ് ഭാഗ്യവന്മാരെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ 4 5 കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇടയിലുള്ളവർ ഭാഗ്യവന്മാരാണോ അല്ലയോ? അവരും ഭാഗ്യവന്മാരാണെങ്കിൽ പിന്നെ ഇത് എന്തിനാണ് എടുത്തു പറയുന്നത്? ഇവിടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കേട്ടോ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ലെന്നൊരു തൊലി വന്നില്ലേ? അല്ല, 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് കൂടെ പരീക്ഷ എഴുതാമെങ്കിൽ പിന്നെ വന്നിച്ച് 5ാം ക്ലാസ്സിൽ പിള്ളേർക്ക് മാത്രം പരീക്ഷ എഴുതാമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരെന്ന് എടുത്തു പറയുമ്പോൾ പിന്നെ രണ്ടാമതൊരു പുനരുത്ഥാനമുണ്ട്. അതിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരല്ല, അവർ കത്തുന്ന തീപ്പൊയിലേക്ക് വീഴുവാനുള്ളവരാണ്. അതല്ലേ സഹോദരങ്ങളെ ഇതിൻ്റെ അർത്ഥം? പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് 5 ഉണ്ട് 6 ഉണ്ടെന്നൊക്കെ പഠിപ്പിക്കുന്നത് ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ആവർത്തിച്ച് ചോദിച്ച് ശവത്തെ കുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ പദപ്രയോഗം നടത്തിയത്. എന്നോട് എൻ്റെ വളരെ സ്നേഹിതനും ഞാൻ വളരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വളരെ എഴുത്തുകാരനും പ്രസംഗികനും പണ്ഡിതനുമായ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് ആ വിഷയത്തെക്കുറിച്ച് സംവാദം നടത്തിയാലോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ നടത്താമെന്നും പറഞ്ഞു. പക്ഷേ എൻ്റെ ശ്രോതാക്കൾക്കറിയാൻ ഞാനിങ്ങനെ സംവാദത്തിന് പോകാറില്ല എന്ന്. ഇനി ഞങ്ങൾ തമ്മിൽ കൂടിക്കാണുന്ന സമയത്ത് ഇനി എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് വിഷയത്തെക്കുറിച്ചൊരു സ്നേഹ സംവാദം നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ റെഡി, ഞാനത് നടത്തും. കാരണം ഇതേവരെ ആരും ഈ ചോദ്യങ്ങൾക്ക് മറുപടി തന്നിട്ടില്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടുവാണെങ്കിൽ എനിക്ക് എൻ്റെ പഠനം ഒന്ന് മാറ്റിക്കുറിക്കാമല്ലോ. പക്ഷേ ദൈവകൃപയാൽ ഞാൻ ഇതുവരെ അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സംഭാഷണം നടന്നേക്കാം, പക്ഷേ തിരുത്തിക്കുറിക്കൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് ഞാൻ അഡ്വാൻസ് ചെയ്തെന്ന് ചോദിച്ചു, പുനരുത്ഥാനം എത്രയുണ്ട്? അദ്ദേഹം പറഞ്ഞു ബൈബിൾ പറയുന്നത് 2 ഉള്ളൂ. എന്നാൽ എനിക്കത് മതി. പിന്നെ ഗാന്ധിജി പറഞ്ഞോ, കാൾ മാർക്സ് പറഞ്ഞോ, ലെനിൻ പറഞ്ഞോ, ഇതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. യോസീബസ് പറഞ്ഞോ, പ്ലേറ്റോ പറഞ്ഞോ, അരിസ്റ്റോട്ടിൽ പറഞ്ഞോ, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. കർത്താവിൻ്റെ വചനത്തിൽ എന്ത് പറയുന്നു അതെനിക്കറിഞ്ഞാൽ മതി.
അപ്പോൾ ഞാൻ മടങ്ങി വരട്ടെ സഹോദരങ്ങളെ. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഞാൻ ആഗ്രഹിച്ചത്, ലോകത്തിലെതിരെ അവിടെ അത് സംഭവിക്കാൻ പോകുന്നു, ഇവിടെ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു, അവിടെ പകർച്ചവ്യാധി ഉണ്ടാകാൻ പോകുന്നു, അവിടെ യുദ്ധം ഉണ്ടാകാൻ പോകുന്നു. ഇതൊന്നും പ്രവചനമല്ല. ഇതൊക്കെ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. ആ സഹോദരനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. കാരണം ജീവിതത്തിൻ്റെ ആഡംബരങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് പലതും വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ച് ഓടി നടക്കുന്നതിൻ്റെ വേളയിൽ അതിൻ്റെ ഇടയിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് മറന്നു പോകുന്നവരെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. ഞാൻ അതിനെ പ്രശംസിക്കുന്നു. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ ഇതെല്ലാം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇനി അഥവാ പ്രവചനമായിരിക്കട്ടെ അല്ലെന്നൊന്നും ഞാൻ പറയാൻ തറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു ചിന്ത പറഞ്ഞെന്നുള്ളൂ. വേണമെങ്കിൽ തിരുത്തി കുറിക്കാം. പക്ഷേ മറ്റൊന്ന് പറയട്ടെ, കൂടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നത് കൊണ്ട് ആ പ്രിയ സഹോദരനെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സഹോദര, താങ്കൾ പ്രവചനമാണെന്നും താങ്കളുടെ പ്രാർത്ഥനാ മുറിയിൽ വന്ന് കർത്താവ് തങ്ങളോട് സംസാരിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളിൽ വിവിധമായിരിക്കുന്ന വൈരുദ്ധ്യങ്ങളുള്ളതുകൊണ്ട് ആ കർത്താവിനെയും ആ ആത്മാവിനെയും ഒന്നും കൂടി വചനത്തിലൂടെ ഒന്ന് ശോധന ചെയ്തിട്ട് ഇതൊക്കെ പുറത്തേക്ക് വിടുക. കർത്താവ് വരും, ഉറപ്പാ. സമയമടുത്തു, ഉറപ്പാ. പക്ഷേ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ ചാടിക്കയറി പറയുന്നതിന് മുൻപ് മഹോദ്രവകാലം കഴിഞ്ഞിട്ടാണോ കർത്താവ് വരുന്നതെന്നും കൂടി ഒന്നും കൂടി വചനത്തിൽ വേരൂന്നി പഠിക്കുക. അല്ല, എൻ്റെ ഏതെങ്കിലും ശ്രോതാക്കൾക്ക് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്നേഹിതൻ എന്ന നിലയിലോ ഒരു സഹോദരൻ എന്ന നിലയിലോ എന്നെ വിളിക്കാം, സ്നേഹത്തോടെ സംസാരിക്കാം. പക്ഷേ വചനത്തിൻ്റെ തെളിവുകൾ എനിക്ക് വച്ച് തരണം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇല്ല എങ്കിൽ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ അവസാനിപ്പിക്കുക. എന്നിട്ട് കർത്താവിൻ്റെ വരവികൾ എടുക്കപ്പെടേണ്ടതിന് വേണ്ടി വിശ്വാസ ജനങ്ങളെ അവരെ വിശ്വാസത്തിൽ വേരൂന്നി ഉറപ്പിക്കുക. ഇനി അല്ല, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരുണ്ടെങ്കിൽ അവരെയും നമുക്ക് സുവിശേഷം പറഞ്ഞ് കർത്താവിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് നമുക്ക് കർത്താവിൻ്റെ വേല ചെയ്യാം. പിന്നെ ഞാൻ ചെയ്തു വരുന്ന ശുശ്രൂഷയെക്കുറിച്ച് വളരെ മോശമായി കണ്ടെന്നെ വിമർശിക്കുന്ന പെന്തക്കോസുകാരുണ്ട്. അവരോട് ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുന്നു, നിങ്ങൾ സമുദ്രത്തിൽ കിടക്കുന്ന മീനെ പിടിക്കുന്നു. ഞാൻ ചെയ്യുന്നത്, നിങ്ങൾ പിടിച്ചു കൊണ്ടുവരുന്ന മീനുണ്ടല്ലോ, അതിവിടെ ചട്ടിക്കകത്തിട്ട് കഴിയുമ്പോൾ ദുരുപദേശക്കാരെ വന്ന് ചട്ടിക്കകത്ത് പിറക്കിക്കൊണ്ട് പോകുന്നുണ്ട്. നിങ്ങളുണ്ടല്ലോ, പാസ്റ്റർമാരവരെ രണ്ടാമത് സ്ഥാനപ്പെടുത്തിയ പാർട്ടിയെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു SPJ മിനിസ്ട്രിക്കാരെ. ഇത്തരത്തിലുള്ള കപട ഉപദേശക്കാരൊക്കെ വന്ന് സ്നാനം വേണ്ട എന്നൊക്കെ പറയുന്നത് കുറേ ഗേറ്റ് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു കൂട്ടരില്ലേ. ഇങ്ങനെയുള്ള കപട ഉപദേശക്കാരെല്ലാം വന്ന് ചട്ടിക്കകത്ത് മീനെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നു. നിങ്ങളിത് കടലിൽ കിടക്കുന്ന മീനെ വല വീശിക്കൊണ്ടുവരുന്നു. ഈ മീനുകൾ നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന് ചട്ടിക്കകത്തിട്ട മീനും നിത്യതയിൽ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ഇതിനെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയാതെ അത്രയ്ക്കും ഭയങ്കര ഭക്തിയും വിശുദ്ധിയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഞാനും ആഗ്രഹിക്കുന്നു എനിക്കും അങ്ങനെയൊക്കെ ഒന്ന് കിട്ടിയാൽ കൊള്ളാവുന്ന. ഏതായാലും നിങ്ങളുടെ എല്ലാ കല്ലേറുകൾക്കും പൂമാലകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സഹോദരൻ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് കൂടി കാണാം പുതിയ ചിന്തയോടുകൂടി. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.